ഒന്ന് തന്നെ ചോദിക്കാം, തന്റെ അപ്പോസ്തലികത്വം ചോദ്യം ചെയ്തു, നിന്നെ ആര് ശുശ്രൂഷിക്കുക? അതുപോലെ നമുക്ക് ഈ സംഗീത പുസ്തകത്തിനകത്ത് 27:1 വായിക്കുമ്പോൾ കാണാൻ കഴിയുകയാണ്, മോശയോട് അഹരോനോട് ചോദിക്കുകയാണ്, നിന്നെ ഞങ്ങൾക്ക് മേധാവി ആരാണ് വച്ചത്? കാര്യം അവരറിയാം നമ്മളെല്ലാം സമത്വക്കാരാണ്. ഈ 12 ഗോത്രക്കാരും ശുശ്രൂഷ ചെയ്യാനുള്ള ബലമുണ്ട്, കാര്യപ്രാപ്തിയുണ്ട്. ഇനി നിന്റെ ഒരു സേവനം ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് അഹരോനോട് മാറി നിൽക്കാൻ പറയുകയാണ്. എന്നാൽ മോശയും ഏലിയാസരോട് ഒരു കാര്യം പറഞ്ഞു, നീ ഒരു ബദാമിന്റെ വൃക്ഷം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൊണ്ടുവരിക. എന്നെ ചിന്തിപ്പിച്ച കാര്യമാണ്, ഈ ബദാമിന്റെ വൃക്ഷ കമ്പുകൾ കൊണ്ടുവരുമ്പോൾ, എല്ലാവരും ചെത്തിപ്പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഒരുവന്റെ വഴി മാത്രം ദൈവം തീർപ്പിച്ചുവെങ്കിൽ ഞാൻ പറയാം, ഇന്ന് ആർക്കൊക്കെ മേടിച്ചത് ദൈവം തീർപ്പിക്കും. ഹല്ലേലൂയ. ചോദിക്കാം, നിന്നൊക്കെ നമ്മൾക്ക് ശുശ്രൂഷക്ക് വേണ്ട, ഇനി നിന്റെ സാന്നിധ്യം വേണ്ട. നാളുകൾ ഇതുവരെ ഈ 11 ഗോത്രക്കാർ ഇതിനു വേണ്ട ഓഹരി കൊടുത്തു, എല്ലാം കൊടുത്തു. ഞങ്ങൾ മടുത്തു, ഇനി ഞങ്ങൾക്കൊരു പുതിയ ശുശ്രൂഷകർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേണം. ഹല്ലേലൂയ. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം, ഈ ബദാം വൃക്ഷം കൊണ്ടുവച്ചത് എവിടെയെന്നറിയാമോ? സമാഗമന കൂടാരത്തിൽ. സാന്നിധ്യമുള്ളിടത്ത് നിന്റെ വിഷയം എന്താ പരിഹരിക്കപ്പെടും. നാളുകളായി നിന്റെ നന്മകളെ ബന്ധിച്ച, നിന്റെ അനുഗ്രഹത്തെ ബന്ധിച്ച വിഷയത്തെ നീ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവാ. Come to the present. അപ്പുറകിലേക്ക് അച്ഛനോട് ദൈവത്തിന് ആത്മാവ് ഇടപെടുകയാണ്. എവിടെയൊക്കെ നാളുകളായി വലയപ്പെടുന്ന ചില വിഷയത്തിനകത്ത് വരുന്ന ഫ്യൂ ഡേയ്സിനകത്ത് ദൈവത്തിന്റെ ഒരു സ്പർശനം വെളിപ്പെടും. എന്നോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്ന ഹീരാം രാജാവ് ശലോമോനോട് പറയുകയാണ്, എനിക്ക് ആലയം പണിക്ക് സാധനം വേണം. ഹീരാമിനോട് പറയുകയാണ്, ഹീരാം പറയുക, നീ വന്ന് വെട്ടിക്കൊണ്ട് വെക്കൊള്ളുക. ഹീരാമിനോട് പറയുക, ശലോമോൻ പറയുകയില്ല, നീ ആളെ വെച്ച് വെട്ടി എന്റെ അടുക്കൽ കൊണ്ടുവരിക. സാധ്യതകളില്ല. ആ മനുഷ്യൻ വെട്ടിച്ചങ്ങാടം കെട്ടി 1 ലക്ഷം തെറ്റാതെ ശലോമോന്റെ അടുക്കൽ എത്തിയെങ്കിൽ ഞാൻ പറയാം, ചിലത് എവിടെയൊക്കെ പെൻഡിങ് ആയി കിടക്കുന്ന നിങ്ങളെ തേടി വരുന്ന സീസണാണ്. ഹല്ലേലൂയ. പരിശുദ്ധനോട് പറയുന്നു, ചില മേഖലയ്ക്കകത്ത് സജീവമാകുക. എവിടെയൊക്കെ നിങ്ങളെ സ്റ്റക്കാക്കി വെച്ചിരിക്കുന്ന ചില മേഖലകൾ ദൈവത്തിന് റിലീസ് ചെയ്യുക. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം, ഒരു നിമിഷം സഭ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. കരം ഉയർത്തിയോ, ശബ്ദം ഉയർത്തിയ വിഷയത്തിനകത്തൊന്ന് പ്രാർത്ഥിച്ചാണ്. എവിടെയൊക്കെ സ്റ്റക്കായി നിൽക്കുന്നത്. ഇവിടെ മോശയോട് തന്റെ സഹോദരിയാകുന്ന മിരിയാം എഴുന്നേറ്റ് പറയുക, നീ കൂശ്യസിനെ വിവാഹം കഴിച്ചത് കൊണ്ട് നീ ആരോട് ചോദിച്ചത് ചെയ്തത്?